ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു സുമീസ് കിച്ചൺ. ഇന്ന് നമുക്ക് ഒരു ഫിഷ് കറി റെഡിയാക്കാം. ഫിഷ് എന്ന് പറയുന്നത് കിളിമീൻ എന്ന് പറയുന്ന ഒരു ഫിഷാണ്. നല്ല മാംസമൊക്കെ ആയിട്ട് നമുക്ക് എന്തൊക്കെയാണ് അതിന് വേണ്ടിയിട്ട് ഉള്ള സാധനങ്ങൾ നോക്കാം. ഞാനൊരു 350 ഗ്രാം ഫിഷാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി ഒരു നല്ല പുളിയുള്ളതാണെങ്കിൽ ഒരു കുടംപുളി മതി. ഇത് ഞാനിപ്പം ഒരു കുടംപുളിയുടെ പകുതി, പിന്നെ ഒരു ചെറിയ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, 2 തണ്ട് വേപ്പില, ഒരു 6-7 ഉള്ളി, 3 പച്ചമുളക്. എരിവിനനുസരിച്ച് നമുക്ക് പച്ചമുളക് കൂട്ടി കൊടുക്കാം. ചട്ടി പുകഞ്ഞു തുടങ്ങി. നമുക്കല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 2 ടീസ്പൂണൊക്കെ മതിയാവും. നമുക്ക് ചുമന്നുള്ളി, പച്ചമുളക്, ഇഞ്ചി, കൊടംപുളി, വേപ്പില ഇതെല്ലാം കൂടി ഇട്ടുകൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റാം. ഒന്ന് ഹാഫ് കുക്കാവണ വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മുടെ ഉള്ളി കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ സമയം കൊണ്ട് നമ്മുടെ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. ഞാനൊരു അരമുറി, ചെറിയ തേങ്ങയായിരുന്നു, അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണ്ട, അതിലും കുറച്ച്, മുളക് പൊടി 2 ടീസ്പൂൺ, മല്ലിപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് അരയണം, അല്ലെങ്കിൽ ഒരു പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. പുളിയൊക്കെ ഒരല്പം കൂടി നിൽക്കണം, എന്നാലാണ് ഒരു നല്ല മീൻകറിയുടെ ടേസ്റ്റ് വരുള്ളൂ. നമുക്ക് പുളിയുടെയൊക്കെ ചെറുതായിട്ടൊരു മണം. അരപ്പ് നന്നായിട്ട് തിളയ്ക്കണം. അതിനുശേഷം മാത്രമേ നമുക്ക് ഫിഷ് ഇട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ്. ഇപ്പം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൽ നമ്മുടെ മീൻകറി നന്നായിട്ട് നല്ല ചാറൊക്കെ കുറുകി നല്ല ടേസ്റ്റി ആയിട്ടുണ്ട്. നല്ല ഉള്ളി, നമ്മൾ ആദ്യം തന്നെ ആ ഉള്ളി ഇട്ട് താളിച്ചതിൻ്റെ ആ ഉള്ളിയുടെ മണവും പുളിയുടെ മണമൊക്കെ മൂക്കിലേക്ക് അടിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ കറക്റ്റ് പരുവം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റുകൾ ഇടുക. എല്ലാവരും സുമീസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വ്യൂവേഴ്സ്. താങ്ക്സ് ഫോർ വാച്ചിങ്.